പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നന്ദു ആദർശിനെ ഫോൺ ചെയ്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ആദർശേട്ടാ, ഞാൻ ആ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്തു. ഞാൻ അവനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാന കണ്ണി നിങ്ങളെ മൂർത്തി ജ്വല്ലറിലെ ഒരു പ്രധാന സ്വർണ്ണപ്പണിക്കാരനാണ്. അതുകൊണ്ട് എനിക്ക് ഏതായാലും അയാളെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ആദർശേട്ടൻ ആ ഒരു കാര്യത്തിൽ എന്നോടുമായിട്ട് സഹകരിക്കണമെന്ന് പറയുന്ന സമയത്തിന് ആദർശ് പറഞ്ഞിട്ട്, അതിനെന്താ നന്ദു, നീ നിന്റെ ഇഷ്ടം പോലെ കേസ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തോ, അതിന് എൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും. കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് നന്ദു ഏതായാലും ഈ കാര്യങ്ങളും എന്നോടൊന്നും സമ്മതം ചോദിക്കേണ്ട കാര്യം പോലുമില്ല എന്നൊക്കെ പറയട്ടോ ആദർശ്. നന്ദു ഏതായാലും നേരെ മൂർത്തി ജ്വല്ലറിയിലേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല, അവിടെ ഉള്ള മെയിൻ സ്വർണ്ണപ്പണിക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്തിന്റെ സ്വർണ്ണപ്പണിക്കാരൻ ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞിട്ട്, എന്തിനാ മാഡം എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾക്കൊരു പക്ഷേ ആള് മാറിക്കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സ്വർണ്ണപ്പണിക്കാരിങ്ങനെ നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട്. ഞാനിവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നതാണ്, എൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ്, അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് ഞാനും ഇവിടെ ജോലി ചെയ്യുന്നത്. ഇന്നേ വരെ ഞാൻ ഇവിടെ ഒരു തട്ടിപ്പും നടത്തിയിട്ടില്ല. യാതൊരു തെറ്റും ചെയ്യാത്തത് എന്തിനാണ് എന്നെ മാഡം ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് നന്ദുവിന് ദേഷ്യം വരും. അതൊക്കെ ഏതായാലും സ്റ്റേഷനിലെത്തട്ടെ, കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ നന്ദു അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം നന്ദു വീണ്ടും അയാൾ അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്തിന് അയാൾ പറഞ്ഞിട്ട്, നന്ദു മാഡം എനിക്കിതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല, ഞാനൊരു തെറ്റും ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പോകണം. യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാ മാഡം ഇങ്ങോട്ടേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അയാൾ അത് തന്നെ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് നന്ദുവിന് അങ്ങ് ദേഷ്യം വരട്ടെ. നന്ദു ആദ്യം അയാളിട്ട് ഒറ്റ അങ്ങ് പൊട്ടിക്കും. എന്നിട്ട് പറഞ്ഞിട്ട്, എടാ മര്യാദക്ക് സത്യം പറഞ്ഞോളാം, നീ ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ തെളിയിച്ചു തരാം. നീ ചെയ്ത തെറ്റൊക്കെ വ്യക്തമായിട്ടുള്ള അറിവോടുകൂടി തന്നെയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതോടുകൂടി തന്നെ അയാൾ ആകെ പേടിക്കുന്നുണ്ട്. മാഡം ഞാൻ സത്യമാണ് പറയുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, മാഡത്തിന് ശരിക്കെന്തോ തെറ്റിദ്ധാരണ പറ്റിയതാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും നന്ദു പറയുന്ന സമയത്തിന് നന്ദുവിന് അങ്ങ് ദേഷ്യം വന്നിട്ട് പിടിവിട്ടിട്ട് അയാളൊരൊറ്റ നങ്ങ് പൊട്ടിക്കും. എന്നിട്ട് പറഞ്ഞിട്ട്, എന്തിനാണ് മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കള്ളം പറയുന്നത്, നീ തെറ്റ് ചെയ്തു എന്ന് വ്യക്തമായിട്ടുള്ള തെളിവോട് കൂടി തന്നെയാണ് ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് അയാൾ സ്വർണം കൊടുത്ത അയാളുടെ ഫോട്ടോ കാണിക്കാണ്. അതോടുകൂടി തന്നെ ഈ സ്വർണ്ണപ്പണിക്കാരനെ ആകെ ഞെട്ടിപ്പോവാണ്. നന്ദു ചോദിക്കുന്നത്, എന്താടോ നീ ഇയാളെ ഇതുവരെ കണ്ടിട്ടില്ലേ, ഇയാൾ പുറത്തുനിന്നും എല്ലായിടത്തുനിന്നും സ്വർണം കൊണ്ടുവന്നിട്ട് കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ആളാണ്, ഇയാളെ നീ ഇതുവരെ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് അയാൾ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും പേടിച്ച് പറിച്ചുകൊണ്ട് തന്നെ, ഇല്ല എനിക്ക് ഇയാളെ അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇയാളെ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ കള്ളം പറയും. നന്ദു പറഞ്ഞിട്ട്, എടാ സത്യം പറഞ്ഞോളാം, ഇയാൾ ഏതായാലും കുറ്റമെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ, അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് സത്യം പറയുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്തിന് സ്വർണ്ണപ്പണിക്കാരൻ ആകെ പേടിച്ചു പോവും. സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞിട്ട്, മാഡം മാഡം എന്നോട് ക്ഷമിക്കണം, ഇതൊക്കെ ഞാൻ ചെയ്തത് തന്നെയാണ്, പക്ഷേ ഒരിക്കലും ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊന്നല്ല ചെയ്തത്, നിനക്ക് വേണ്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, സത്യം പറയടാ എന്നൊക്കെ പറയുന്ന സമയത്തിന് അയാൾ ആകെ പേടിച്ചു തീർക്കാണ്. മാഡം സത്യമായിട്ടും എനിക്ക് വേണ്ടിയിട്ടില്ല ഞാൻ ഇത് ചെയ്തത്, പക്ഷേ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ അയാളുടെ പേരെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊരിക്കലും അയാളുടെ പേരൊന്നും പറയാൻ പറ്റില്ല, ഞാനെങ്ങാനും അയാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും പൂർണ്ണമായിട്ട് നശിപ്പിക്കുമെന്ന അയാളുടെ ഭീഷണി. നന്ദു പറഞ്ഞിട്ട്, ആരോടോ തന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്, ഏതായാലും താൻ ഇത് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലാണ് പ്രശ്നം, താനിത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കും തൻ്റെ കുടുംബത്തിനും യാതൊരു ഇതും പറ്റാതെ പോലീസുകാരൻ നിന്നെ സംരക്ഷിക്കും, പോലീസ് പ്രൊട്ടക്ഷൻ നിനക്കും നിന്റെ കുടുംബത്തിനും ഉണ്ടാവും, നീ ഏതായാലും സത്യം തുറന്നു പറഞ്ഞാൽ നിനക്ക് മാപ്പ് സാക്ഷിയെങ്കിലും ആവാം, അല്ലെങ്കിൽ പിന്നെ എന്താ വരാനിരിക്കുന്നതെങ്കിൽ നീ അനുഭവിച്ചോളണം എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്ന സമയത്തിന് സ്വർണ്ണപ്പണിക്കാരൻ ആകെ പേടിച്ചു പോവാണ്. അങ്ങനെ മറ്റു നിവൃത്തിയൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ നന്ദുവിനോട് തുറന്നു പറയും. മാഡം ഒരിക്കലും ഞാൻ ഇത് ചെയ്തത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമൊന്നുമല്ല, അവിടെ അനന്തപുരിയിലെ ഒരുപാട് കാലമായിട്ടുള്ള വിശ്വസ്തനായിരുന്നു ഞാനും എൻ്റെ അച്ഛനും അപ്പൂപ്പനും എല്ലാവരും, പക്ഷേ ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അനന്തപുരിയിലെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ്, അയാൾ എനിക്ക് ഒരുപാടധികം പണം ഓഫർ ചെയ്തു, അതുകൊണ്ട് തന്നെ എനിക്കിത് ചെയ്യേണ്ടി വന്നു, എൻ്റെ കുടുംബത്തിലാണെങ്കിൽ ഒരുപാടധികം പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഉണ്ട്, അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് ഈ പണം കിട്ടിയേ മതിയായിരുന്നുള്ളൂ, അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മാഡം ഞാൻ ഇങ്ങനൊരു പണി ചെയ്തത്, അല്ലാതെ ഒരിക്കലും ഇങ്ങനൊരു ചതിക്ക് വേണ്ടിയിട്ട് ഞാൻ കൂട്ടുനിന്നതൊന്നുമല്ല, അങ്ങനെ ഗതികേട് കൊണ്ട് തന്നെ എനിക്കതെല്ലാം തന്നെ ചെയ്തു കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്ന സമയത്തിന് നന്ദു വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരാടോ അത്. അയാൾ പറഞ്ഞിട്ട്, മൂർത്തി സാറിന് 3 കൊച്ചുമക്കളില്ലേ, അതിലെ ഒരാളാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് പറയും. അയാൾ എനിക്ക് ഒരുപാടധികം പൈസ ഓഫർ ചെയ്തു, അതുകൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യേണ്ടി വന്നത്, ഇനിയിപ്പോൾ ചെയ്തില്ലെങ്കിൽ തന്നെ അയാൾ എന്നെ കൊന്നു കളയുമെന്നും പറഞ്ഞു, അതുകൊണ്ട് പേടിച്ചിട്ടാണ് സാറേ ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്, അയാൾ പൈസ ഓഫർ ചെയ്തു എന്നല്ലാതെ കുറച്ചൊക്കെ പണം തന്നു, പക്ഷേ അയാൾ പറഞ്ഞ അത്ര തുകയൊന്നും എനിക്ക് തന്നിട്ടില്ല സാറേ എന്നൊക്കെ പറയും. നന്ദുവിന് ദേഷ്യം വരട്ടെ. നന്ദു ചോദിക്കുന്നുണ്ട്, അനന്തപുരിയിലെ ഏത് കൊച്ചുമോനാടാ നിന്നോട് ഇങ്ങനെ ചെയ്തത്,
അനന്തപുരിയിലെ 3 കൊച്ചുമക്കളുണ്ടല്ലോ, ആര് പറഞ്ഞിട്ടാടാ നീ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്തിന് സ്വർണ്ണപ്പണിക്കാരൻ വീണ്ടും പേടിക്കാട്ട് പേര് പറയാൻ വേണ്ടിയിട്ട്, അയ്യോ മാഡം, ആ പേരെങ്ങാനും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമായിരിക്കും. സാറേ, ഞാൻ ഇതെല്ലാം തന്നെ ചെയ്തത് അബിക്ക് വേണ്ടിയിട്ടാണ്. ആ അബിയാണ് എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറഞ്ഞത്. അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അവൻ്റെ കൂടെ ഈ വേണ്ടാത്ത കാര്യങ്ങൾക്കെല്ലാം തന്നെ കൂട്ടുനിന്നത്. അവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്ന സമയത്തിന് എനിക്ക് മറ്റു വഴിയൊന്നും ഇല്ലായിരുന്നു സാറേ. അയാളെക്കൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നന്ദു മൊബൈലിൽ കൃത്യമായിട്ട് എൻ്റെ തെളിവുകളെല്ലാം ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു ആണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് അബിക്കെതിരെയുള്ള തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കുന്നുണ്ട്. സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണ കടക്കാരൻ പറഞ്ഞ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനഘയെ അബി കൊല്ലാൻ ശ്രമിക്കുന്ന ആ ഒരു CCTV ദൃശ്യങ്ങളും അബി അനഘയോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തെളിവ് സഹിതം നന്ദു ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ തെളിവുകളെല്ലാം തന്നെ നന്ദു ശേഖരിച്ചതിന് ശേഷം നേരെ അനന്തപുരിയിലേക്ക് മറ്റു പോലീസുകാരെയും കൂട്ടിയിട്ട് ചെല്ലുന്നുണ്ട് അബിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നന്ദു പോലീസുകാരുമായിട്ട് അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരുന്നതും കണ്ടുകൊണ്ടതിന് എല്ലാവരും എന്തായിരിക്കും കാര്യം എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ്. എന്നാൽ എല്ലാവരുടെയും മുഖത്ത് ആകെ ടെൻഷനോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് നന്ദു വന്ന് ചോദിക്കുന്നത്, എന്താ ആദർശേട്ട, എന്താ എല്ലാവരും ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നത്, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ നന്ദു മാറി മാറി ചോദിക്കാണ്. എല്ലാവരും വിഷമത്തോടെ ഇരിക്കുന്ന സമയത്തിന് ആദർശ് പറഞ്ഞത്, അത് പിന്നെ നന്ദു, ഇവിടെ പെട്ടെന്നൊരു പ്രശ്നമുണ്ടായി. ഇവിടെ നയന ഗർഭിണി ആയതുകൊണ്ട് തന്നെ കുറച്ച് പൂജാ കാര്യങ്ങളും ചെറിയൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ പൂജ നടക്കുന്ന സമയത്തിന് പെട്ടെന്ന് പൂക്കോട്ടയിൽ നിന്ന് ഒരു പാമ്പ് വന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ്, തലനാരിഴക്ക് മാത്രമാണ് ഇപ്പോൾ നയന രക്ഷപ്പെട്ടത്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് നന്ദുവിനൊരു സംശയമായിരിക്കും. പയ്യെ അബി ഇങ്ങനെ കണ്ണിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു തറവാട്ടിൽ, അതും പൂജാമുറിക്കകത്ത് പാമ്പോ, എങ്ങനെയാണ് ഈ വീട്ടിനകത്തേക്ക് പാമ്പ് വന്നത് എന്നിങ്ങനെ സംശയത്തോടെ ചോദിക്കുകയാണ് നന്ദു. ആദർശ് പറഞ്ഞത്, അതെങ്ങനെയാണെന്നൊന്നും അറിയില്ല, എന്നാലും ഈ വീടിനകത്ത് പാമ്പ് എങ്ങനെ കയറിയെന്ന് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. പൂക്കൊട്ട് തുറന്നു നോക്കുന്ന സമയത്താണ് പാമ്പിനെ കണ്ടത്. ഇനിയിപ്പോൾ പൂക്കൾ കൊട്ടയിലാക്കുന്ന സമയത്ത് അവിടെ നിന്നെങ്ങാനും വന്നതാണോ എന്ന് ആർക്കറിയാം. നന്ദു പറയുന്നുണ്ട്, അതെങ്ങനെ വരാനാണ്, പൂവെല്ലാം തന്നെ കൃത്യമായിട്ട് തൂക്കി നോക്കിയിട്ടല്ലേ വാങ്ങിച്ചത്. അങ്ങനെ പൂജാമുറിക്കകത്ത് പൂക്കൊട്ടയിൽ പാമ്പ് വരണമെങ്കിൽ തന്നെ ഇതിനകത്ത് മറ്റെന്തോ ചതി നടന്നിട്ടുണ്ടായിരിക്കും. മിക്കവാറും ഇതിനു പുറകിലും ദേ ഇവനായിരിക്കും, ഈ അബിയായിരിക്കും എന്നിങ്ങനെ അബിയെ കുറ്റപ്പെടുത്തിയിട്ട് നന്ദു സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് നവ്യക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരികയാണ്. നവ്യക്ക് ദേഷ്യം വന്നുകൊണ്ടതിന് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നന്ദു, നീ എന്തിനാ എപ്പോഴും എൻ്റെ അബിയെ എങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? ആദർശേട്ടൻ എന്ന ഈ മാന്യൻ ഇത്രമാത്രം വലിയ തെറ്റ് ചെയ്തിട്ട് പോലും നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നവും ഇല്ല. എപ്പോഴും ഒരു കാരണവുമില്ലാതെ എല്ലാവരും ചേർന്നിട്ട് എൻ്റെ അബിയെയാണ് എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്. അന്നേരം നന്ദു പറഞ്ഞത്, ചേച്ചി ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കരുത്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ടായിട്ട് തന്നെയാണ് ചേച്ചി ഞാൻ ഈ സംസാരിക്കുന്നത്. അല്ലാതെ യാതൊരു തെറ്റും ചെയ്യാതെ ചേച്ചിയുടെ അബിനെ ഇവിടെ ആരും കുറ്റപ്പെടുത്താറോ സംസാരിക്കാറോ ഒന്നുമില്ല. ഏതായാലും അബി ഇവിടെ ഒരുപാടധികം കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയട്ടെ നന്ദു. എന്നാൽ ഇത് കേൾക്കുന്നതോടുകൂടി തന്നെ അബിയും ജലജയും അനന്തപുരി വീട്ടിലെ എല്ലാവരും ആകങ്ങനെ ഞെട്ടിത്തെറിച്ച് ഷോക്കായി നിൽക്കുകയാണ്. നവ്യ ചോദിക്കുന്നുണ്ട്, എന്ത്, അബിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാനോ? നന്ദു, നിങ്ങൾ എന്താ എല്ലാവരും ചേർന്നിട്ട് എൻ്റെ അബിയെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? അവനിപ്പം നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു മകനാണ്, നല്ലൊരു അച്ഛനാണ്. എന്നിട്ടും യാതൊരു തെറ്റും ചെയ്യാത്ത എൻ്റെ അബിയെ മാത്രം എന്തിനാ നിങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് എപ്പോഴും കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിക്കാട്ടോ നവ്യ. അവനിപ്പോൾ പഴയതുപോലെയൊന്നുമില്ല. എന്നോടും അവൻ്റെ അമ്മയോടും എൻ്റെ കുഞ്ഞിനോടൊക്കെ അവൻ ഒരുപാടധികം സ്നേഹമാണെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് നന്ദു പറഞ്ഞിട്ട്, ചേച്ചി ഇപ്പോഴും അവനെങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നടക്കണോ? അതൊക്കെ അവൻ്റെ വെറും അഭിനയം മാത്രമാണ്. അവൻ ഇപ്പോഴും ചേച്ചിയോടോ ചേച്ചിയുടെ കുഞ്ഞിനോടോ ഒട്ടും തന്നെ സ്നേഹമില്ല. അവൻ എന്തെങ്കിലും ഒരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ ചേച്ചിയെയും ചേച്ചിയുടെ കുഞ്ഞിനെയൊക്കെ അവൻ അങ്ങ് കൊന്നുകളയും. അത് കേൾക്കുന്നതോടുകൂടി നവ്യക്ക് ദേഷ്യം വരോട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ നന്ദു നീ ഈ വിളിച്ചു പറയുന്നത്? ദേ നയനെ പോലെ നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിന്ന പോലീസാണെന്നൊന്നും ഞാൻ നോക്കില്ല, നിന്നെ ഞാൻ അടിച്ചങ്ങ് കരണം പോകും എന്നൊക്കെ പറയാണ് നവ്യ. നയനെ പറയുന്നുണ്ട്, നവ്യേച്ചൊന്നും മിണ്ടാതിരിക്ക്, അവളിപ്പോൾ പോലീസ് യൂണിഫോമിലല്ലേ പോലീസുകാരൻ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് വന്നിരിക്കുന്നത്. അവൾ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് അവൾ തന്നെ വിവരിക്കട്ടെ എന്ന് പറയും. അന്നേരം നവ്യക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിനെ നയനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഓ നയനെ, അപ്പോൾ നീയും കൂടി ഇവളുടെ കൂടെ ചേർന്നിട്ടാലേ, നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടായിരിക്കില്ലേ എൻ്റെ അബി എങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കാണ് നവ്യ. അബി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നന്ദു ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ള കാര്യം നിനക്കും അറിയാമായിരുന്നു അല്ലേ എന്ന് നവ്യ ചോദിക്കുന്ന സമയത്തിന് നയന പറഞ്ഞിട്ട്, ഇല്ല ചേച്ചി എന്തിനെങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? നന്ദുമോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാനും ഇത് അറിഞ്ഞത് എന്നൊക്കെ പറയുന്ന നയന. നവ്യ പറഞ്ഞിട്ട്, നീ മിണ്ടാതിരിക്ക്, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നീ ചതിക്ക് കൂട്ടു നിൽക്കുന്നവളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ എന്നൊക്കെ പറയുന്ന സമയത്തിന് അബിയും നവ്യയുടെ ഭക്ഷണം ചേർന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നവ്യെ, ഇവരെല്ലാവരും മനഃപൂർവ്വം എന്നെ വെറുതെ ഓരോ കള്ളക്കേസിൽ കുടുക്കിയിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അത് നിനക്കും വ്യക്തമായിട്ട് അറിയാലോ. ഇവിടെ ഈ വീട്ടിൽ ഇത്രത്തോളം തെറ്റ് ചെയ്ത ആദർശേട്ടന് ഇവിടെ യാതൊരു കുഴപ്പമില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ മാത്രം എന്തിനാ ഇവർ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യയുടെ മുന്നിൽ ഇങ്ങനെ കരച്ചിൽ അഭിനയിക്കായിരിക്കട്ടോ അബി. ആ സമയത്തിന് ജലജയും ഒരുപാട് നന്ദുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എടി, എൻ്റെ മോൻ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല,
വെറുതെ നീ എന്താ ആവശ്യമില്ലാതെ എൻ്റെ മോനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ വന്നത്? എൻ്റെ മോൻ തെറ്റ് ചെയ്തു എന്നതിന് നിന്റെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദു പറഞ്ഞിട്ട് ആ തെളിവുണ്ട്. തെളിവെല്ലാം തന്നെ ഞാൻ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഏതായാലും ഇങ്ങോട്ടേക്ക് തിരിക്കുന്നതിന് മുൻപേ തന്നെ മുത്തശ്ശനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിരുന്നു. മുത്തശ്ശന്റെ ഫോണിലേക്ക് തെളിവുകളെല്ലാം തന്നെ സെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചതിന് ശേഷമാണ് മുത്തശ്ശന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് അബി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കാർക്കും വിശ്വാസമില്ലെങ്കിൽ മുത്തശ്ശന് കാണിച്ചു കൊടുത്ത തെളിവുകൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു തൻ്റെ ഫോൺ എടുത്തിട്ട് അബിയെ പറ്റിയിട്ടുള്ള ആ ഒരു തെളിവുകളെല്ലാം തന്നെ കൃത്യമായിട്ട് പകർത്തിയെടുത്ത തെളിവുകളെല്ലാം തന്നെ നവ്യക്കും ജലജക്കും അങ്ങനെ അനന്തപുരി വീട്ടിലെ എല്ലാവർക്കും ആ ഒരു ഫോണിലെ തെളിവ് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു സ്വർണ്ണക്കടക്കാരൻ പറയുന്ന കാര്യങ്ങളും സ്വർണ്ണ പണിക്കാരൻ പറയുന്ന കാര്യങ്ങളും എല്ലാവരും പറയുന്നത് കേട്ടതോടുകൂടി തന്നെ അബിയാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ചതി ചെയ്തതെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും. അത് കണ്ടതോടുകൂടി തന്നെ നവ്യയുടെ കണ്ണ് നിറഞ്ഞു പോവാണ്. എന്നാലും അബി ഇത്രമാത്രം ചതി ചെയ്യുമെന്ന് നവ്യ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ദേഷ്യം വന്നുകൊണ്ട് തന്നെ നവ്യ ചോദിക്കുന്നത്, എന്നാലും അബി നീ എൻ്റെ കൂടെ നിന്നിട്ട് എന്തിനാണ് ഇത്രയും വലിയൊരു ചതി ചെയ്തത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നവ്യ ആകെ ഇങ്ങനെ വിഷമിച്ചിട്ട് നന്ദുവിനെ നോക്കുന്ന സമയത്തിന് നന്ദു പറഞ്ഞിട്ട് ഇല്ല നവ്യേച്ചി, തീർന്നിട്ടില്ല. നവ്യേച്ചിയുടെ ഭർത്താവിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ചേച്ചി അറിയണ്ടേ? ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ ആദർശേട്ടൻ വലിയ തെറ്റ് ചെയ്തിട്ട് ആരും ഇവിടെ ഗവനിക്കുന്നില്ല. അബി ചെറിയൊരു തെറ്റ് ചെയ്തപ്പോഴേക്കും എല്ലാവരും അബി തെറ്റ് ചെയ്യാതെ തന്നെ എല്ലാവരും കൂടെ അബിയെ കുറ്റപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ. പിന്നെ ചേച്ചി എന്താ പറഞ്ഞത്? ആദർശേട്ടന്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്നൊക്കെയല്ലേ? എന്നാൽ ചേച്ചി ഒരു കാര്യം കൂടെ തിരിച്ചറിഞ്ഞോ? ആദർശേട്ടനല്ല, ചന്തുമോളുടെ അച്ഛൻ അബിയാണ്. ചേച്ചിയുടെ ഭർത്താവ് തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നങ്ങ് പറയട്ടെ നന്ദു. അത് കേൾക്കുന്നതോടുകൂടി തന്നെ നവ്യ ആകെ ഷോക്കായി പോവാണ്. നവ്യക്ക് അതൊട്ടും തന്നെ വിശ്വസിക്കാനേ കഴിയുന്നില്ല. ആ സമയത്തിന് നന്ദു പെട്ടെന്ന് തന്നെ അതിലുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. DNA ടെസ്റ്റ് റിസൾട്ട് അടക്കം എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രവുമല്ല അബി ഇടയ്ക്കിടയ്ക്ക് അനഘയെ കാണാൻ പോകുന്നതും അനഘയെ ഒരു പ്രാവശ്യം കൊല്ലാൻ നോക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ CCTV ഫൂട്ടേജുകളെല്ലാം തന്നെ നവ്യക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് നന്ദു. അബി അനഘയോട് വളരെ മോശ രീതിയിലൊക്കെ അനഘയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോ സഹിതം തന്നെ നന്ദു നവ്യക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്നതോടുകൂടി തന്നെ നവ്യക്ക് ആകെ വിഷമായിരിക്കും. സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നവ്യക്ക് സ്വയം കൺട്രോൾ പോലും ചെയ്യാൻ കഴിയുന്നില്ല. ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നവ്യ നേരെ അബിയുടെ അടുത്തേക്ക് വന്നിട്ട് മുഖം തീർത്തിട്ട് ഒരൊറ്റ ഒന്നങ്ങ് പൊട്ടിക്കും. എന്നിട്ട് ചോദിക്കുന്നത്, എടാ ചതിയ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ആദ്യം മുതലേ സംശയം തോന്നിയിരുന്നു, നീ തന്നെയായിരിക്കും ചന്തുമോളുടെ അച്ഛനെന്ന്. ആദർശേട്ടന് ഒരിക്കലും ഒരു പെണ്ണിനോടും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ആദർശേട്ടൻ നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടാണ് എൻ്റെ മനസ്സ് മാറ്റാൻ നോക്കിയത്. എടാ വഞ്ചക, നീ എന്നെ ചതിച്ചില്ലേ? എന്നാലും നീ എന്നോട് ഇത്രമാത്രം ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങളെല്ലാവരും ചേർന്നിട്ട് എന്നെ പറ്റിക്കുമായിരുന്നില്ലേ? എന്നെയും എൻ്റെ കുഞ്ഞിനെയും ചതിക്കുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നവ്യ ഭയങ്കര കരച്ചിലായിരിക്കും. നവ്യ പൊട്ടിക്കരയുന്നതും കണ്ടുകൊണ്ട് തന്നെ നയനക്കത് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. നയനെ ചെന്നിട്ട് നവ്യ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ചേച്ചി വിഷമിക്കാതിരിക്ക്. ചേച്ചിക്ക് വിഷമാവെന്ന് വിചാരിച്ച് ചേച്ചിയുടെ ജീവിതം ഒരിക്കലും തകരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും തന്നെ ചേച്ചിയെ അറിയിക്കാതിരുന്നത്. ഈ കുടുംബത്തിൽ എല്ലാവർക്കും ഈ സത്യമെല്ലാം തന്നെ അറിയാമായിരുന്നു. അപ്പച്ചിക്കും ചേച്ചിക്കും മാത്രമേ ഈ കാര്യം അറിയാതിരുന്നത്. ബാക്കി ഈ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും അടക്കം എല്ലാവർക്കും ഈ ഒരു സത്യം അറിയാമായിരുന്നു എന്നിങ്ങനെ നയന പറയുന്ന സമയത്ത് തന്നെ ജലജയും നവ്യ ഇങ്ങനെ ആകെ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. നവ്യ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്നാലും നയനെ, നീ എന്തിനാണ് എന്നിൽ നിന്നും ഈ ഒരു കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത്? അബി നല്ലവനാണെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഞാനും കൂടി ആദർശേട്ടനെ ഒരുപാടധികം കുറ്റപ്പെടുത്തി സംസാരിച്ചത്? ആദർശേട്ടനായിരിക്കും ചന്തുമോളുടെ അച്ഛൻ എന്നൊക്കെ വിചാരിച്ചു ഞാൻ ആദർശേട്ടനെ ഒരുപാടധികം വെറുത്തു, ഒരുപാടധികം കടുത്ത വാക്കുകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നയനെ, നീ എനിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം ത്യാഗം ചെയ്തു. നിന്റെ ആദർശേട്ടനെ ഞാൻ എപ്പോഴും കുത്തി നോവിക്കുന്ന സമയത്ത് പോലും നീ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും മോളെ നിനക്ക് ഈ സത്യമെല്ലാം തന്നെ എന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നവ്യ സങ്കടപ്പെട്ടിങ്ങനെ പൊട്ടിക്കരയും. നയന പറഞ്ഞിട്ട്, ചേച്ചി ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒരിക്കലും ഇത് താങ്ങാനാവില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ചേച്ചി ഈ വീട്ടിലേക്ക് കാലുകുത്തിയതിനു ശേഷമാണ് ഈ സത്യമെല്ലാം തന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അന്നേരം അബി ചേച്ചിയോട് നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന സമയത്തിന് ചേച്ചിയും ഈ ഒരു ജീവിതം ആസ്വദിച്ചു വരുമായിരുന്നു. ആ സമയത്തിന് ചേച്ചിയുടെ കുടുംബജീവിതം ഒരിക്കലും നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഞങ്ങൾ ഇതെല്ലാം തന്നെ മറച്ചു വെച്ചത് എന്നൊക്കെ പറയട്ടോ നയന. ഇങ്ങനൊരു അവസരം അബിക്ക് അവസാനമായിട്ടൊരു അവസരം കൊടുത്ത അബി എന്നെങ്കിലും നന്നാവുമെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ചേച്ചി, അബി ഇനി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അബി വീണ്ടും തെറ്റുകളിലേക്ക് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവനൊരു അവസരം ഏതായാലും കൊടുക്കാൻ പറ്റില്ല. സത്യമെല്ലാം നന്ദു കണ്ടുപിടിച്ചതിന് ശേഷം നന്ദുവായിട്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്യാൻ വന്നത്. അതുകൊണ്ട് ഇനി അബിക്ക് വിധിച്ച ശിക്ഷ എന്താണെങ്കിലും അത് നന്ദു തന്നെ നടപ്പിലാക്കട്ടെ എന്നൊക്കെ പറയട്ടെ നയന. സങ്കടം വന്ന് കുറ്റബോധത്തോടു കൂടി തന്നെ നവ്യ നേരെ ആദർശിന്റെ അടുത്തേക്ക് ചെന്നിട്ട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ആദർശ് പറഞ്ഞിട്ട്, സാരമില്ല നവ്യേ, നിന്റെ സന്തോഷം മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയും. മുത്തശ്ശനാണെങ്കിൽ ഈ സത്യമെല്ലാം അറിഞ്ഞതിന് ശേഷം നേരെ ജലജയോടും അബിയോടും ഒരുപോലെ ദേഷ്യപ്പെടുകയാണ്.
നന്ദു വന്നിട്ട് അബിയെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതോടുകൂടി തന്നെ അബിക്ക് വേണ്ടി സംസാരിക്കാൻ വരുമായിരിക്കൂടെ ജലജ. അതോടുകൂടി തന്നെ മുത്തശ്ശൻ അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ അബി അവിടെ നിന്നും പടിയിറങ്ങി പോകുന്നതോടുകൂടി തന്നെ ജലജക്കും ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറയും. അങ്ങനെ ജലജ പെരുവഴിയിലാവുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.